ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ അവസാനിച്ചു. വിജയായത് നടിയും മോഡലുമായ അനുമോളാണ്. റണ്ണറപ്പായത് അനീഷുമാണ്. അനുമോളാണ് വിജയിക്കുക എന്നത് നേരത്തെ പ്രവചിക്കപ്പെട്ട ഒന്നായിരുന്നു. ഈ സീസണിൽ PR കളികൾ പുറത്തു വന്നപ്പോൾ തന്നെ അനുമോളായിരിക്കും വിജയിക്കുക എന്നത് BB പ്രേക്ഷകർക്ക് ഏകദേശം ഉറപ്പായിരുന്നു. മോഹൻലാൽ വിജയി പ്രഖ്യാപിച്ച ശേഷം സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അനുമോളും PR എതിരെയുള്ള കമന്റുകളാണ്. സീസൺ 4-ഉം 6-ഉം പോലെ തന്നെ സീസൺ 7-ലും വിജയി അർഹതയില്ലാത്ത മത്സരാർത്ഥികളാണെന്ന് പ്രതികരണങ്ങൾ വരുന്നു. കഴിഞ്ഞ സീസണിൽ ജിൻഡോ വിജയായതും PR ഇടപെടൽ കൊണ്ടാണെന്ന് പലരും തെളിവ് സഹിതം പുറത്തുവിട്ട് തെളിയിക്കുകയും ചെയ്യുന്നു. ഈ ജിൻഡോയ്ക്ക് വേണ്ടി PR വർക്ക് ചെയ്ത വിനു തന്നെയാണ് 16 ലക്ഷം രൂപയ്ക്ക് അനുമോൾക്ക് വേണ്ടി PR ചെയ്തു എന്നാണ് അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നത്. എന്നാൽ താൻ ആരെയും PR ഏൽപ്പിച്ചിട്ടില്ലെന്നും തൻ്റെ സോഷ്യൽ മീഡിയ പേജ് ഹാൻഡിൽ ചെയ്യാൻ ഒരാളെ സമീപിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് അനു ആവർത്തിച്ച് പറയുന്നത്. ടോപ്പ് 7-ൽ എത്തിയ ശേഷം പുറത്തായ ആദിലയും ബെന്നി സെബാസ്റ്റ്യനും അനുമോളുടെ PR വാക്കുകളെക്കുറിച്ച് ആദ്യം തുറന്നു പറഞ്ഞത്. പ്രതീക്ഷിച്ചതുപോലെ അനു തന്നെ വിന്നറായി. അർഹതയില്ലാത്ത ഒന്ന് കയ്യിലിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ. അനുമോൾക്ക് ഇത് നേരായ രീതിയിലല്ല കിട്ടിയത്. എവിടെ നിന്ന് എവിടെ പോയാലും അത് കേൾക്കേണ്ടി വരും. താൽക്കാലികമായി കുറച്ച് ബെനിഫിറ്റ് കിട്ടുന്നെങ്കിലും അത് വേണ്ടായിരുന്നെന്ന് അവർ തന്നെ പറയുന്ന ഒരു ദിവസം വരും. നെവിനും അനീഷും തന്നെയാണ് ഈ സീസണിൽ യഥാർത്ഥ വിജയികൾ. ജനങ്ങൾക്ക് ഇഷ്ടം നേടുക എന്നതിൽ പരം ഒരു അംഗീകാരം വേറെ കിട്ടാനില്ല. PR ജയിച്ചു, യഥാർത്ഥ പ്രേക്ഷകർ തോറ്റു. സീസൺ 7-ഉം പാഴായിപ്പോയി. വളരെ വളരെ മോശം. ഒരു ടാസ്ക് പോലും മനസ്സിലാക്കി ചെയ്യാൻ പറ്റാത്ത മത്സരാർത്ഥിയായിരുന്നു അനുമോൾ. ഒന്നും കൃത്യമായി ചെയ്തില്ല. ഒട്ടും അർഹതയില്ലാത്ത ഒരാൾ അനുമോൾ. അർഹതയില്ലാത്ത വിജയം. പൈസ ഉണ്ടാക്കുമ്പോൾ ആർക്കും PR കൊടുത്ത് ജയിക്കാമെന്ന് തെളിയിച്ചു. ഇത് വിനുവിൻ്റെ ജയം. ഒറ്റ ടാസ്ക് പോലും ജയിക്കാത്ത ഒരേയൊരു പോരാളിയാണ് അനുമോൾ. പുരോഗമന കേരളത്തിന്റെ ഭാവി സുരക്ഷിതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 വിന്നർ അനുമോൾ. ആരെന്ത് ചെന്നിട്ടും ചെയ്ത് കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു കുലസ്ത്രീ അല്ലെങ്കിൽ ഒരു കുലപുരുഷൻ അല്ലെങ്കിൽ ജിൻഡോയെ പോലെ ഒരു ഫ്രോഡായി ബിഗ് ബോസ് ജയിക്കൂ.